ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആരി എംബ്രോയ്ഡറിയുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനെ പറ്റിയാണ്. അതായത് പ്രൈസിംഗ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഒരു കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കുന്ന വർക്കിന് എത്രത്തോളം റേറ്റ് വാങ്ങാം. അത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. കൂടുമ്പോൾ കസ്റ്റമേഴ്സിന് നമുക്ക് പിന്നീട് കിട്ടാനായിട്ട് പാടാണ്. അതുപോലെ കുറച്ച് നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തിനെ വല്ലാണ്ട് അങ്ങ് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്രൈസിങ് നിശ്ചയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അരിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണ് ഈ പ്രൈസിങ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഈ ഓരോന്നിനും ഓരോ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് റേറ്റ് ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് ലാഭമോ നഷ്ടമോ ഒത്തിരി ആവാതെ നമ്മൾ ചെയ്യുന്ന വർക്കിന് വേണ്ട എഫേർട്ടിന് വേണ്ട ഒരു പ്രൈസ് നമുക്ക് കിട്ടണം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം. അപ്പോൾ നമുക്ക് ആരിയിൽ പല ടൈപ്പ് ഓഫ് സ്റ്റിച്ചുകളുണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. സ്റ്റിച്ചുകളെ പറ്റി നമ്മൾ ഒരുപാട് അങ്ങ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെറൈറ്റീസ് ഓഫ് മെറ്റീരിയൽസ്, അതിൻ്റെ യൂസ്, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് വരുന്നത് ഒരു കസ്റ്റമറിന് അവർ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വർക്ക് ചെയ്ത് കാണിക്കുമ്പോഴാണ്. അപ്പം നമ്മുടെ അടുത്തൊരു കസ്റ്റമർ ഇന്ന വർക്ക് ചെയ്യാനായിട്ട് എത്ര രൂപയാവും എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കണം. അത് ചിലർക്കത് കൂടുതലാണെന്ന് തോന്നാം, പക്ഷേ നമ്മളത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇന്ന കാരണങ്ങളാലാണ് ഹാൻഡ് വർക്കിന് റേറ്റ് കൂടുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള നോളജ് നമുക്ക് ആദ്യം ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്കൊരു കസ്റ്റമറെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. നമുക്ക് ആവുന്ന കോസ്റ്റുകൾ, നമ്മൾ എന്തിനൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വർക്ക് ചെയ്യുമ്പോൾ എന്തിനൊക്കെയാണ് കാശ് ചിലവാകുന്നത് എന്നുള്ളത് ആദ്യം നോക്കണം. അത് നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് വരുന്നതും ഇൻഡയറക്റ്റ് കോസ്റ്റ് വരുന്നതുമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നേരിട്ട് വാങ്ങുന്ന മെറ്റീരിയൽസ്, അതായത് ത്രെഡ്, സ്റ്റോണ്, സീക്വൻസ്, ഫാബ്രിക്, സാരി, അതിലേക്ക് വേണ്ട എന്തൊക്കെ ടൈപ്പ് സാധനങ്ങളാണോ ആ സാധനങ്ങളെല്ലാം നമ്മൾ ഡയറക്റ്റ് കോസ്റ്റായിട്ടാണ്, അതിൻ്റെ കോസ്റ്റിനെ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റുകളും വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഇരിക്കുന്നിടത്ത് നമുക്ക് വൈദ്യുതി വേണം. അതുപോലെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പം യാത്രാ ചിലവ് വരും. നമ്മൾ ഓരോ വർക്കും ചെയ്യുമ്പോൾ അതിൻ്റെ നീഡിൽസ് കാര്യങ്ങളൊക്കെ നമ്മളതിന് ഉപയോഗിക്കുന്ന ടൂൾസ് എല്ലാം നമുക്ക് എക്സ്ട്രാ ചിലവ് വരുന്ന ഒരു സാധനമാണ്. അതുപോലെ വേറെ എന്തെങ്കിലും വർക്ക് സ്പേസ്, നമ്മൾ റെൻറ്റിലെടുത്തിട്ടുള്ള സ്പേസിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റേത്, പാർക്കിങ്ങിൻ്റേത്, അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ നമുക്ക് വരുന്ന കോസ്റ്റുകളെയാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ കോസ്റ്റുകളും രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഇത്രയൊക്കെ എക്സ്പെൻസ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു നീഡിൽ, എക്സ്പെൻസീവായിട്ടുള്ള ഒരു നീഡിൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്ത് കുറച്ച് കഴിയുന്ന സമയത്ത് അത് പൊട്ടിപ്പോയി. അപ്പോൾ അത് ആ ഒരു വർക്ക്, ഏത് വർക്ക് ചെയ്യുമ്പോഴാണോ അത് പൊട്ടിയത് അയാളുടെ അടുത്ത് നിന്ന് നമുക്ക് ആ ഒരു ടൂളിൻ്റെ കാശ് മുതലാക്കുക എന്ന് പറയുന്നത് ശരിയാവില്ല. അപ്പം നമ്മൾ ഓരോ വർക്കിന് വേണ്ടിയിട്ടും ഈ ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തു നിന്നും നമ്മൾ കുറേശ്ശെയായിട്ട് അതിന് വേണ്ട കോസ്റ്റ് ഈടാക്കേണ്ടതാണ്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് എല്ലാ കസ്റ്റമറോടും ഒരേ രീതിയിൽ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്. നമ്മൾ ഓരോ മെറ്റീരിയൽസിൻ്റെയും കോസ്റ്റ് അറിഞ്ഞിരിക്കണം. നമ്മൾ വാങ്ങുന്നത് എപ്പോഴും ബൾക്കായിട്ടായിരിക്കണം. ഒരിക്കലും റീറ്റെയിലായിട്ട് നമ്മൾ പോയിട്ട് ബീഡ്സും കാര്യങ്ങളും വാങ്ങരുത്. റീറ്റെയിലായിട്ട് വാങ്ങുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ചില സ്റ്റോൺസ്, റൈൻ സ്റ്റോൺസ്, അങ്ങനത്തെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോൺസ് ഉണ്ടാവും. അത് നമ്മൾ ഒരു വർക്കിലേക്ക് വേണ്ട സാധനം എത്രയാണോ അതിൽ നിന്ന് കുറച്ചുകൂടെ അധികമായിട്ട് മാത്രം വാങ്ങുക. അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷുഗർ ബീഡ്, വീറ്റ് ബീഡ്, റൗണ്ട് ബീഡ്, ഇങ്ങനത്തെ ബീഡ്സ്, സീക്വൻസ്, നമുക്ക് കോമൺ ആയിട്ട് ആവശ്യം വരുന്ന സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ബൾക്കായിട്ട് വാങ്ങാൻ നോക്കുക. ഹോൾസെയിൽ റേറ്റിൽ വാങ്ങാൻ നോക്കുക. ഒരിക്കലും റീറ്റെയിലായിട്ട് അത് വാങ്ങാതിരിക്കുക. നമ്മൾ ചെറിയ പാക്കറ്റ്സൊക്കെ, നമ്മളിപ്പോൾ ഒരു 10 ഗ്രാമിൻ്റെ ബീഡിൻ്റെ പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ 20-25 രൂപയാവും. അപ്പോൾ നമ്മളതൊരു വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ, നമ്മളൊരിക്കലും ഒരു ഡിസൈനർ എന്നുള്ള രീതിയിൽ നമ്മളൊരിക്കലും ഈ ചെറിയ പാക്കറ്റ്സും കാര്യങ്ങളും വാങ്ങരുത്. നമ്മൾ വാങ്ങി വെക്കുമ്പം നമ്മളടുത്തൊരു കളക്ഷൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. മെറ്റീരിയൽസിൻ്റെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് നമ്മളെപ്പോഴും സ്റ്റോക്ക് വെക്കുന്നത് നല്ലതാണ്. അത് കോമൺ കളേഴ്സ് കേട്ടോ.
അല്ലാതെ നമുക്ക് റെയർ ആയിട്ടുള്ള കളേഴ്സിലൊക്കെ ഓർഡർ വരുമ്പോൾ അതൊക്കെ കുറച്ച് ശേഷം തന്നെ വാങ്ങിയാൽ മതി. എന്നാൽ നമുക്കത് യൂസ് ആവും, പിന്നീടും യൂസ് ആവും എന്നുള്ള ബീഡ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമ്മളത് ചെറിയ ചെറിയ പാക്കറ്റ്സ് ആയിട്ട് വാങ്ങരുത്. അപ്പോൾ നമ്മളൊരു ഓർഡർ കിട്ടുമ്പം ആദ്യം നോക്കേണ്ടത് ആ ഓർഡറിൽ അല്ലെങ്കിൽ അവർ കസ്റ്റമർ പറയുന്ന ആ ഡിസൈനിൽ എന്തൊക്കെ മെറ്റീരിയൽസ് വരുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണോ എന്നുള്ളത് ആദ്യം നോക്കണം. എന്നിട്ട് ഈ ഓരോ മെറ്റീരിയൽസിനെയും നമ്മൾ നോട്ട് ചെയ്ത് വെച്ച ശേഷം അതിൽ ഓരോന്നിനും ഏകദേശം നമുക്ക് റീറ്റെയിൽ പ്രൈസിൽ എത്രയാവും എന്നുള്ളത് നമുക്കിപ്പോൾ ആമസോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആയിട്ട് നമ്മൾ വാങ്ങുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും റേറ്റ് വിസിബിളാണ്. അപ്പം ആ റേറ്റ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും നമ്മൾ എടുക്കുന്ന റീറ്റെയിൽ റേറ്റ് അല്ല, ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് കസ്റ്റമറോട് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് റീറ്റെയിൽ ആയിട്ടുള്ള റേറ്റ് പറയാം, അത് ഇത്രയാണ് എനിക്ക് മെറ്റീരിയൽ കോസ്റ്റ് ആവുന്നത് എന്നുള്ളത് നമുക്ക് കസ്റ്റമർക്ക് വിസിബിളായിട്ട് കാണിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ എടുത്തേക്കുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെയും റേറ്റ് ഒന്നിച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ എത്ര മെറ്റീരിയൽ കോസ്റ്റ് ആവുന്നു എന്നുള്ളത് കാണുന്നത്. ഇതിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എത്ര നോളജ് ഉണ്ടായാലും നമുക്കൊരു വർക്കിലേക്ക് വേണ്ട മെറ്റീരിയൽസ് ഇത്രയാണ്, എനിക്കിതിലേക്ക് 20 ഗ്രാം ബീഡ് ഉണ്ടായാൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പോഴായാലും വാങ്ങിക്കുമ്പോൾ കുറച്ച് മെറ്റീരിയൽസ് അധികം വാങ്ങിക്കും. അതായത് നമുക്ക് വേസ്റ്റേജ് ആയിട്ട് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ വേസ്റ്റേജ് ആയിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റും കൂടെ നമ്മളിതിൽ ഇൻക്ലൂഡ് ആക്കണം. അതായത് നമുക്ക് കറക്റ്റായിട്ട് വേണ്ടി വന്ന മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിനോട് ഒരു 5%, 10% കൂട്ടിയിട്ട് വേണം നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് പറയാനായിട്ട്. ഇത്രയും വേസ്റ്റേജ് ഉണ്ട്, അപ്പോൾ അത് വേസ്റ്റേജ് ആണെന്ന് കസ്റ്റമറോട് പറയണം എന്നല്ല, നേരെ മറിച്ച് നമുക്ക് ആ ഒരു റേറ്റും കൂടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ആക്കേണ്ടതാണ്. കഴിഞ്ഞാൽ പ്രൈസിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ്. അതായത് നമ്മൾ എത്ര മണിക്കൂർ ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നോ അതാണ് നമ്മുടെ ആ ഒരു എഫേർട്ടിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എത്ര മണിക്കൂർ കൊണ്ട് ഒരു വർക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആക്കും, അല്ലെങ്കിൽ ഇത്ര ലെങ്ത്തിൽ നമുക്കൊരു ഇത്ര വിഡ്ത്ത് 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചുള്ള ഒരു വർക്ക് നമ്മൾ എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് ആക്കും എന്നുള്ളൊരു ധാരണ നമ്മളൊരു 1-2 വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ധാരണയുടെ പുറത്ത് നമുക്ക് എല്ലാ വർക്കിനെയും ഇത്ര സമയം ആവും എന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റണം. ഒരു വർക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിൽ വലിയ ബീഡുകളാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് കുറേ കൂടെ എളുപ്പമാണ്. വലിയ ബീഡ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കവറാവും. പക്ഷേ ചെറിയ ബീഡ്സ് വെച്ചാണെങ്കിൽ നമുക്കത് ലോഡ് ചെയ്യാനും അത് നീഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ ടൈം എക്സ്ട്രാ ആവും. അപ്പം ചെറിയ ബീഡ് വെച്ച് ചെയ്യുന്നത് ഒത്തിരി ടൈം എടുക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന വർക്കുകളാണോ അതിലുള്ളത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെലോക്ക് ഇട്ടിട്ട് വേറെ വരുന്ന പൂട്ടാസ് പോലെയുള്ള വർക്കുകളാണോ വരുന്നത്, നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് കറക്റ്റായിട്ട് സ്റ്റിച്ചുകളും കാര്യങ്ങളും യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസും എല്ലാം നോക്കിയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണോ, എത്രത്തോളം നമുക്ക് ടൈം വേണ്ടി വരും എന്നുള്ള ഒരു ധാരണ മുൻകൂട്ടി ഉണ്ടാക്കി വെക്കണം. എന്നാലേ നമുക്ക് റേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു വർക്ക് കണ്ട് ഇതിന് ഇന്നാൾ വാങ്ങിയ അതേ രീതിയിലുള്ള വർക്കാണ് വേറൊരാളുടെ അടുത്ത് വേറൊരു കസ്റ്റമർക്ക് ചെയ്ത് കൊടുത്താൽ അത്രയും രീതി തന്നെ ഇതിന് വരുന്നുള്ളൂ എന്ന് കരുതി നമ്മൾ അതേ റേറ്റ് ഇതിന് ഫിക്സ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞ് ഒരുപക്ഷെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബീഡ്സും കാര്യങ്ങളും ചെറുതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ചെയ്ത് കൊടുത്ത ബ്ലൗസിനേക്കാൾ എക്സ്ട്രാ നമുക്ക് അത്ര തന്നെ സമയം ആവും. പക്ഷേ നമ്മൾ നേരത്തെ കൂട്ടി ഇവരോട് റേറ്റ് പറഞ്ഞതുകൊണ്ട് നമുക്ക് കൂട്ടി വാങ്ങാനും പറ്റില്ല. അതുകൊണ്ട് ആദ്യമേ നമ്മൾ തീരുമാനിക്കുക, ഇത്ര സമയം കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റും, ഒരു ദിവസം എനിക്ക് എത്ര മണിക്കൂർ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആദ്യമേ തീരുമാനിക്കുക. എന്നിട്ട് നമ്മൾ ഇരിക്കുന്ന ആ കറക്റ്റ് ടൈം നോക്കിയിട്ട് ഓരോ മണിക്കൂറിനും ഇത്ര റേറ്റ് ആണെന്നുള്ളത് ഫിക്സ് ചെയ്യാം. ഒരു മണിക്കൂറിന് ഞാൻ നമ്മുടെ വർക്കിൻ്റെ പെർഫെക്ഷനും കൂടെ നോക്കിയിട്ടാണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത്. ഒരു 150 രൂപ മുതൽ നമുക്ക് പെർ അവർ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു 10 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ബ്ലൗസ് വർക്ക് ചെയ്ത് തീർത്തതെങ്കിൽ അതിന് നമുക്ക് ഈ ഒരു ലേബർ ചാർജ് മാത്രം നമുക്ക് 1500 രൂപ വാങ്ങാവുന്നതാണ്. അങ്ങനെ നമ്മൾ ലേബർ കോസ്റ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മിസ്റ്റേക്സ് വരും. നമ്മൾ കോസ്റ്റിൽ മറന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് മെറ്റീരിയൽസ് കുറച്ച് അധികമായിട്ട് നഷ്ടപ്പെടും. അത് നമ്മളതിൽ കൂട്ടാറില്ല. അതുപോലെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് മൂല്യം ഇടാനായിട്ട് ചിലപ്പോൾ പലർക്കും പറ്റാറില്ല. ഇത്രയും നമുക്ക് ആ ഒരു വർക്കിന് നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു വർക്കാണെങ്കിൽ നമ്മൾ ആ ഒരു വർക്കിന് ഇത്രയും റേറ്റ് കൊടുക്കാൻ പറ്റുമോ, അത്രയും റേറ്റ് പറഞ്ഞാൽ അത് കൂടി പോകുമോ എന്നുള്ള ധാരണ നമുക്ക് പലർക്കും വരാറുണ്ട്. ആദ്യം നമ്മുടെ കഴിവിനെ പറ്റിയുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഡിസൈൻ ആണെങ്കിൽ അതിന് നമുക്ക് തന്നെയാണ് പ്രൈസ് നിശ്ചയിക്കാനുള്ള അവകാശമുള്ളത്. അപ്പം അത് നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് നമ്മുടെ മെൻ്റൽ ഇതിൽ നിന്നൊക്കെ വന്നിട്ടാണ് നമ്മൾ ആ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് തക്കതായ റേറ്റ് നമ്മൾ അതിന് കൊടുക്കണം. അതുപോലെ ആ ഒരു റേറ്റ് നമ്മൾ കസ്റ്റമറെ കൂടെ ചിന്തിക്കുക. അതായത് നമ്മൾ കസ്റ്റമറായിട്ടൊന്ന് ഇരുന്ന് ചിന്തിക്കുക, നമ്മൾ ഈ ഒരു വർക്ക് വാങ്ങുമ്പോൾ ഇത്ര റേറ്റ് നമ്മൾ വാങ്ങുമോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് റേറ്റ് ഫിക്സ് ചെയ്യുന്നതാണ് ആ ഒരു സെക്ഷനിലെ റേറ്റ് ഫിക്സ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഒരിക്കലും കൂടുതലാണോ എന്നുള്ള പേടിയോട് കൂടി കസ്റ്റമറുടെ അടുത്ത് സംസാരിക്കരുത്. ഇത്രയാണ് ഇതിന് റേറ്റ് വരുന്നത്, എനിക്ക് ഇത്ര എഫേർട്ട് ഉണ്ട്. പല കസ്റ്റമേഴ്സും നമ്മൾ റേറ്റ് പറയുമ്പോൾ അയ്യോ ഇത് അധികമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പതറിക്കൊണ്ട് കുറച്ച് പറയാനായിട്ട് പാടില്ല. നമ്മൾ കറക്റ്റായിട്ട് അവരോട് കൺവേ ചെയ്യുക, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും പൈസ ആവുന്നുണ്ട്, പിന്നെ ഞാൻ ഇത്രയും മണിക്കൂർ ഇരുന്നിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഇത്രയും പൈസ കിട്ടിയാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തന്നെ പറയുക. കസ്റ്റമർ മിസ്സായി പോകുന്ന കരുതി ഒരു കാരണവശാലും നമ്മൾ റേറ്റ് കുറച്ച് നമുക്ക് നഷ്ടം വരുന്ന രീതിയിൽ ഒരിക്കലും വർക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ റേറ്റുകളെല്ലാം കൂട്ടിയിട്ടും മെറ്റീരിയൽ കോസ്റ്റ്, നമുക്ക് ഹിഡൻ ചാർജസ് ഉള്ളത്, പിന്നെ ലേബർ ചാർജ്, വേറെ എക്സ്ട്രാ വരുന്ന എല്ലാ ചാർജുകളും കൂട്ടിയ ശേഷം ഒരു 20% എങ്കിലും നമുക്കൊരു ലാഭം വേണമല്ലോ. നമ്മൾ എപ്പോഴായാലും നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക്, ഒരു ബിസിനസ് അത് പച്ച പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലാഭം കൂടെ നമ്മളതിൽ കാണണം. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന കോസ്റ്റുകളെല്ലാം ചേർത്ത ശേഷം നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ഒരു 20% ഇത്രയും രൂപയായി അതിൽ ബാക്കി 20% എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഫൈനൽ കോസ്റ്റ് പറയാനായിട്ട്. എക്സാമ്പിളായിട്ട് നമ്മളൊരു ബ്രൈഡൽ ബ്ലൗസ് എടുക്കുകയാണ്. അതിൽ നമുക്ക് മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ റീറ്റെയിൽ ആയിട്ട് 1000 രൂപ മെറ്റീരിയൽസിന് വരുന്നുണ്ട്. ലേബർ ചാർജ് നമ്മൾ 2500 രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുപോലെ കുറച്ച് ഹിഡൻ ചാർജസ് ഉള്ളത് 500 രൂപയാണ്.
ടോട്ടൽ കോസ്റ്റ് അപ്പം വന്നിരിക്കുന്നത് എത്രയാണ്? 4000 രൂപയാണ്. പക്ഷേ നമ്മൾ അതിലോട് ഒരു 20% പ്രോഫിറ്റും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ കസ്റ്റമറോട് പറയാനായിട്ട്. അപ്പം അതിൻ്റെ 4000ൻ്റെ 20% എന്ന് പറയുമ്പോൾ 800 രൂപയാണ്. അപ്പം നമ്മൾ 4800 രൂപ വേണം ആ ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാങ്ങാനായിട്ട്. നമുക്ക് ശരിക്കും ആവുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 4000 ആണ്. പക്ഷേ നമ്മൾ എടുക്കുന്ന ആ ഒരു വർക്ക് എടുത്ത് കൊടുക്കുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റ് വേണ്ടേ നമുക്ക് എന്തൊരു വർക്ക് ചെയ്യുമ്പോൾ, ആ പ്രോഫിറ്റ് ആയിട്ടാണ് ഈ ഒരു 20% ആഡ് ചെയ്യുന്നത്. അതും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ബ്ലൗസിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്.